ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നയനെ ആദർശ് വരുന്നത് നോക്കി സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് വരുന്ന നവ്യ ചോദിക്കുന്നുണ്ട്, എന്തു പറയും നയനെ, അച്ഛനും അമ്മയും അവളെ തിരക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ആദർശേട്ടൻ വരും, അന്നേരത്തേന് നമുക്ക് ചെന്നിട്ടൊന്ന് നോക്കിയിട്ട് പറയാം എന്നൊക്കെ നയനയും പറയും. അപ്പം ഗോവിന്ദനും കനകയും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്താ നിങ്ങൾ രണ്ടുപേരും വന്നതിൽ പിന്നെ രണ്ടുപേരുടെയും മുഖം ഒന്നും തെളിഞ്ഞിട്ടില്ലല്ലോ. ആഹാരം കഴിച്ചപ്പം പോലും രണ്ടുപേരും അങ്ങനെ സംസാരിക്കുകയൊന്നും ചെയ്തില്ല. എന്താ കാര്യമെന്ന് ചോദിക്കും. ഒന്നുമില്ല അച്ഛാ, നന്ദു നാളെ പോകുന്നതിൻ്റെ വിഷമമാണെന്ന് നവ്യ പറയുന്നുണ്ട്. അത് ശരിയാ മോളെ, ഞങ്ങൾക്കും ആണെങ്കിൽ അവൾ ഇവിടുന്ന് മാറി നിൽക്കുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഇതുവരെ അവൾ ഇവിടുന്ന് അങ്ങനെ മാറി നിന്നിട്ടൊന്നും ഇല്ലല്ലോ. അതുതന്നെയല്ല, അവൾ ഞങ്ങളുടെ ഇളയ കുട്ടിയല്ലേ, അത് കാരണം ഒരുപാട് ലാളിച്ചൊക്കെ വളർത്തിക്കൊണ്ടായിരിക്കും അവൾ ഇവിടുന്ന് മാറുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണെന്ന് കനകയും പറയും. ആ സമയത്താണ് ആദർശ് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പം നവ്യ നയനയോട് പറയുന്നുണ്ട്, ആദർശേട്ടൻ എങ്ങനെ ഇനി പറയൂ എല്ലാ കാര്യവുമെന്ന്. അന്നേരം ആദർശ് വന്നു കഴിയുന്നുടനെ നയന ആദ്യമേ അങ്ങ് പറയും, ആദർശേട്ട നന്ദു വന്നില്ല, അവൾ അവിടെ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോയിരിക്കുക, ഇതുവരെ ഇങ്ങ് എത്തിയില്ലെന്ന് പറയും. അപ്പോൾ ആദർശിന് കാര്യം മനസ്സിലാകുന്നുണ്ട്, കാര്യങ്ങളൊന്നും അച്ഛനോടും അമ്മയും പറഞ്ഞിട്ടില്ലെന്ന്. അന്നേരം കനക ആദർശിനോട് ചോദിക്കുന്നുണ്ട്, മോൻ ഇങ്ങോട്ട് പോന്നപ്പോൾ അനി അവിടെ ഉണ്ടായിരുന്നോന്ന്. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ അവൻ അവിടെ ഉണ്ടെന്ന് പറയും. എന്നാൽ പിന്നെ കുഴപ്പമില്ല, അവൾ ആ രാകേഷിൻ്റെയും കൂട്ടുകാരൻ്റെയും കൂടെ ആയിരിക്കും, അവന്മാരുമായിട്ട് എവിടെയെങ്കിലും ആഘോഷത്തിന് പോയതായിരിക്കും എന്ന് പറയും. എന്നാൽ നമുക്കൊന്ന് തിരക്കിയിട്ട് വരാമെന്ന് ആദർശം പറയും. അത് അവളിങ്ങി വന്നോളൂ എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും അല്ല സാരമില്ല, ആ രാകേഷിൻ്റെ വീട്ടിൽ കാണുമായിരിക്കും, ഇവരെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വെക്കുകയാണെങ്കിൽ അവരുടെ വീട്ടിലാണ് വെക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്നൊന്ന് വിളിച്ചുകൊണ്ട് വരാമെന്ന് നയനയും പറയുന്നുണ്ട്. ആദർശമോന് നയനമോളുമായിട്ട് പുറത്ത് പോകണമായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് കനക പറയും. എന്നാൽ പിന്നെ നിങ്ങൾ പോയി ഒന്ന് കറങ്ങിയിട്ട് വാ, ആ കൂട്ടത്തിൽ നന്ദുവിനെ കാണുകയാണെങ്കിൽ വിളിച്ചുകൊണ്ട് പോരാൻ പറയും. എന്നാൽ ശരി അമ്മയെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും പോകാൻ ഇറങ്ങുന്നുണ്ട്. നന്ദൂട്ടൻ പോകുന്നത് ഭയങ്കര സങ്കടമാണെന്നൊക്കെ കനക പറയുമ്പോഴത്തേന് നവ്യ പറയുന്നുണ്ട്, എന്തായാലും അവൾ പോയിട്ട് തിരിച്ചു വരുന്നത് ഒരു SI ആയിട്ടല്ലേ അമ്മേ, അതിൻ്റേതായ ഒരു സുരക്ഷിതത്വം നമുക്ക് പിന്നീട് കാണത്തില്ല എന്നൊക്കെ പറയും. അത് ശരിയാണെന്ന് കനക പറഞ്ഞ് കനകയ്ക്ക് അങ്ങ് അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് നന്ദുവിനെ ഓർത്ത്. ആദർശം നയനയും കയറി ചെല്ലുമ്പോഴത്തേന് SI പറയുന്നുണ്ട്, ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞതല്ലാതെ അത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറയും. നിങ്ങൾ നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കുക മാത്രമേ നടക്കത്തുള്ളൂ. എനിക്ക് മേളിൽ നിന്ന് പല ഫോണൊക്കെ വന്നായിരുന്നു, പക്ഷേ ഞാൻ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് നാളെ നിങ്ങൾ മാരാര് വക്കീലിനല്ലേ ഏർപ്പാടാക്കിയിരിക്കുന്നത്, വക്കീൽ സമർത്ഥനുമാണ്, നാളെ നിങ്ങൾ അവിടുന്ന് വാദിച്ച് ആ കുട്ടിയെ കൊണ്ടുപോയിക്കോളാൻ പറയും. സാർ മനഃപൂർവ്വം ചെയ്യുന്ന പോലെ ഞങ്ങൾക്കിത് തോന്നുന്നെന്ന് ആദർശ് പറയുന്നുണ്ട്. എനിക്കങ്ങനെ ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത്. ഇതിനകത്താണെങ്കിൽ ആ പെൺകുട്ടിയാണ് വന്ന് മൊഴി പറഞ്ഞിരിക്കുന്നത്, സാക്ഷിയുള്ള സ്ഥിതിക്ക് ഞങ്ങൾ വേറൊന്നും കൂടുതൽ ആലോചിക്കേണ്ടതോ അന്വേഷിക്കേണ്ടോ ആവശ്യമില്ലല്ലോ, അത് കാരണമാണ് ഞങ്ങൾ കേസെടുത്തിരിക്കുന്നതെന്നും SI പറയുന്നുണ്ട്. നിയമത്തിനെതിരെ പോരാടാനല്ല, നിയമത്തിനൊപ്പം നടക്കാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയാണ് നന്ദു. അപ്പം ആ കുട്ടിയെ ഇങ്ങനെ നിങ്ങൾ ദ്രോഹിക്കുന്നത് ശരിയല്ല എന്ന് ആദർശ് പറയും. ഞങ്ങളിത് ഞങ്ങളുടെ അച്ഛനെ അമ്മയൊന്നും അറിയിച്ചിട്ടില്ല സാർ, അവർക്കിത് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല എന്ന് നയന പറയുമ്പോഴത്തേന് SI പറയുന്നുണ്ട്, മാഡത്തിൻ്റെ മുമ്പിൽ വെച്ചല്ലേ ഞങ്ങൾ ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്, അപ്പോൾ അതൊക്കെ ആ കുട്ടിയെ അല്ല അവരുടെ അച്ഛനെയും അമ്മയൊക്കെ അറിയിക്കേണ്ട അത് നിങ്ങളുടെ കടമയല്ലേ എന്ന് ചോദിക്കും. അത് അവർക്ക് താങ്ങാൻ പറ്റത്തില്ല, ഞങ്ങൾ സങ്കടപ്പെട്ടാലും അവർ സങ്കടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന മക്കളാണ് ഞങ്ങളെന്ന് നയന പറയുന്നുണ്ട്. അത് പിന്നെ ആ കുട്ടിയെ കരാട്ടയും കുംഫുവൊക്കെ പഠിപ്പിച്ച് പുറത്തോട്ട് വിട്ടത് ആ അച്ഛനും അമ്മയല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യമൊക്കെ അവർ ആ സ്പോട്ടിൽ അറിയുന്നത് തന്നെയാണ് നല്ലതെന്ന് വാശിയോടെയാണ് SI പറയുന്നത്. ഞങ്ങൾക്ക് നന്ദുവിനെ ഒന്ന് കാണാൻ പറ്റുമോ സാറെന്ന് ആദർശ് SIയോട് ചോദിക്കുമ്പോൾ SI പറയും, അതിനെന്താ കണ്ടേച്ച് പൊക്കോളാൻ പറയും. ഇവരെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ആദർശ് ചോദിക്കും, നമ്മൾ എരുമേലി വെച്ച് കണ്ടേച്ച് ഇപ്പോൾ അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ അല്ലേന്ന്, അതിനെന്താ ഇനിയും കാണുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് SI പറയും. പിന്നെ ഈ സ്റ്റേഷനിൽ തന്നെ ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല, അതൊക്കെ ഇങ്ങനെ മുറ പോലെ നടക്കും, പിന്നെ നിങ്ങൾക്കൊക്കെ ഭയങ്കര സ്വാധീനമുള്ളവരല്ലേ, അതുകൊണ്ട് നിങ്ങൾ വേറെ അങ്ങോട്ടുള്ളതൊക്കെ മാറ്റിയൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് SI അങ്ങ് പറയും. എന്നാൽ നമുക്ക് കാണാം, പക്ഷേ നമ്മൾ ആരെയും അങ്ങനെ മനഃപൂർവ്വം ദ്രോഹിക്കാറില്ല, പക്ഷേ ഞങ്ങളെ ദ്രോഹിക്കുന്നവരെ ഞങ്ങളങ്ങനെ മറക്കാറുമില്ലെന്ന് ആദർശ് ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. അന്നേരം SI മനസ്സിലോർക്കുന്നുണ്ട്, ഇവനാ മറ്റവൻ്റെ ചേട്ടനല്ലേ, കൂടിപ്പോയ ആളെ കൂട്ടി വന്ന് എന്നെ തല്ലുമായിരിക്കും, അതിൽ കൂടുതലൊന്നും സംഭവിക്കത്തില്ലല്ലോ എന്ന് പറയും. പിന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവക്ക് ഞാൻ സ്റ്റേഷനിൽ വെച്ച് ജാമ്യം കൊടുക്കത്തില്ല എന്ന് വാശിയോടെ ഇരിക്കുകയാണ് SI. നന്ദുവിനെ കാണുമ്പോഴത്തേന് നയനയ്ക്ക് സഹിക്കുന്നേ ഇല്ല. നയന ഓടിച്ചെന്ന് നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട്. മോളെ, നിന്നോട് പോലീസുകാർ
കൂട്ടുകാർ വല്ലതും അപമര്യാദയെ പെരുമാറിയോ എന്നൊക്കെ ചോദിക്കും. ഏയ് അങ്ങനെയൊന്നും ഉണ്ടായില്ല, അവർ മാന്യമായിട്ട് തന്നെയാണ് പെരുമാറിയത്. പിന്നെ അഭിയേട്ടനോടുള്ള ചുരുക്ക് ആ എസ് ഐക്കുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് വാക്കുകളിലൂടെ പുറത്ത് വരുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ പ്രശ്നമെന്ന് പറയും. എന്നാലും മോളെ നീ ഒന്ന് ശ്രദ്ധിക്കണ്ടായിരുന്നോ, നിൻ്റെ ക്യാമ്പിൽ പോക്ക് തടയാൻ വേണ്ടി ആരോ ചെയ്ത പരിപാടിയല്ലേ ഇതെന്നൊക്കെ പറയും. ചേച്ചി ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലും നേരിട്ട് ചുമ്മാതെ ഇടപെടുന്ന ആളല്ലല്ലോ. ഞാൻ അങ്ങോട്ട് പോയ സമയത്താണ് ഇതുപോലെ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയുടെ അപമര്യാദയെ പെരുമാറിയത്. അതാരാണേലും അങ്ങനെയല്ലേ പെരുമാറത്തുള്ളൂ. അപ്പോൾ ഞാൻ അവനെ ഒന്ന് പെരുമാറി, അത്രയേ ഉള്ളൂ എന്ന് പറയും. എന്തായാലും ഇവിടുന്ന് ജാമ്യം കിട്ടത്തില്ലെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് നാളെ മാരാര് വക്കീൽ ജാമ്യം എടുത്തോളൂ എന്ന് പറയും. വക്കീൽ എന്നെ വന്ന് കണ്ട എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞേച്ചാ പോയെന്നും നന്ദുവും പറയുന്നുണ്ട്. എന്തായാലും ഇത് അമ്മയോടും അച്ഛനോടും ചേച്ചി പറയുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, എന്തായാലും പറയണം. അത് കഴിഞ്ഞ് അവരോട് ഇങ്ങോട്ട് വന്ന് എന്നെ കാണരുതെന്ന് പറയണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നന്ദു. തിരിച്ച് കാറിൽ പോകുമ്പോഴും നയനയ്ക്ക് സങ്കടം മാറുന്നില്ല. എന്നാലും അവളെ അവിടെ ഇരുത്തിയിട്ട് പോകുന്നത് എനിക്ക് സഹിക്കുന്നില്ല ആദർശേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവളെ ഈ ട്രെയിനിങ്ങിന് വിടാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം കളിച്ച കളിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയും, എനിക്കും സംശയമുണ്ട്, ഇത് അനാമികയുടെ അച്ഛനും അപ്പച്ചിയും അഭിയും എല്ലാം കൂടെ ചേർന്ന് കളിച്ച കളിയാണോ എന്ന്. എന്തായാലും നാളെ രാവിലെ തന്നെ ജാമ്യം കിട്ടുമല്ലോ, അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്നൊക്കെ പറയും. നന്ദു വരാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കനകയും ഗോവിന്ദനും. അപ്പം പറയുന്നുണ്ട് നവ്യയോട്, ഇനി എങ്ങനെയാണോ പോയിട്ട് വന്നു കഴിയുമ്പോൾ ഇത്ര നേരമായിട്ട് ആ കുട്ടി ഇങ്ങ് എത്തിയില്ലല്ലോ, എന്താ കൂട്ടുകാരുമായിട്ട് കറങ്ങാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണെന്നൊക്കെ പറയും. പിന്നെ എനിക്കൊരു സംശയമുണ്ട്, അനിയായിട്ട് ഇപ്പോഴും അവൾക്ക് അടുപ്പമുണ്ടോ എന്ന് ഗോവിന്ദൻ പറയും. അത് കേട്ടുകൊണ്ടാണ് കനക അങ്ങോട്ട് വരുന്നത്. അപ്പം കനക പറയും, സംശയമല്ല, എനിക്ക് ഉറപ്പുണ്ട്, അവൾക്ക് SI സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പം തന്നെ ഒരു മോതിരം സമ്മാനമായിട്ട് അവൾക്ക് കിട്ടിയിരുന്നു. അത് ആ രാകേഷും കൂട്ടുകാരനും കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അവന്മാർക്ക് അത്രയും കൊടുക്കാനുള്ള പാങ്ങൊന്നും ഇല്ല, ഇത് അനി കൊടുത്തതാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുന്നുണ്ട് കനക. അത് പിന്നെ അനാമികയും അനിയുമായിട്ടുള്ള ജീവിതമൊക്കെ ഭയങ്കര പൊരുത്തക്കേടിലാണ് പോകുന്നത്, അത് അധികകാലം ഒന്നും നീക്കുമെന്ന് തോന്നുന്നില്ല. ആദർശേട്ടൻ പറയാറുണ്ട്, അനാമിക അവിടെ ഉണ്ടെങ്കിൽ അനി വീട്ടിലോട്ട് വരാൻ പോലും മനസ്സില്ല എന്ന് പറയാറുണ്ടെന്ന്. അവളെ കല്യാണം കഴിച്ചത് പിന്നെ അവൻ്റെ മുഖത്തെ ചിരി വരെ മാഞ്ഞു പോയെന്ന് നവ്യ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഗോവിന്ദൻ പറയും, എന്തൊക്കെയായെന്ന് പറഞ്ഞാലും ഇവരുടെ പൊരുത്തക്കേടുകൾക്ക് ശേഷം ഇവർ പിരിഞ്ഞാലും നന്ദുവിനെ അവൻ്റെ രണ്ടാം ഭാര്യയാക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് ഗോവിന്ദൻ. അപ്പം കനക പറയും, എന്നാലും എനിക്ക് ജ്യോത്സ്യം പറഞ്ഞ് അത് കാര്യം ഓർക്കുമ്പോഴാണ് ടെൻഷൻ. ജ്യോത്സ്യൻ എന്താ പറഞ്ഞെന്ന് നവ്യ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉറപ്പിച്ചൊന്നും പറഞ്ഞില്ല, എന്നാലും നന്ദൂട്ടൻ സ്നേഹിച്ച വ്യക്തിയെ തന്നെ കല്യാണം കഴിക്കത്തുള്ളെന്നാ പറഞ്ഞതെന്ന് പറയും. അത് അവളാകെ അനിയെ മാത്രമല്ലേ സ്നേഹിച്ചുള്ളൂ, അത് കാരണം അവനെ തന്നെ വിവാഹം കഴിക്കത്തുള്ളെന്നായിരിക്കും പറഞ്ഞെന്ന് പറയും. ഇവരുടെ പൊരുത്തക്കേടുകൾ കണ്ടിട്ട് എനിക്കും അത് തോന്നുന്നുണ്ടെന്ന് നവ്യ പറയും. ആ സമയത്താണ് ആദർശും നയനെ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കും, എന്ത് ചെയ്യും, നന്ദൂട്ടൻ വന്നില്ലേന്ന്. അത് അച്ഛാ ഒരു കാര്യമുണ്ട്, നന്ദുവിനെ ഒരു കള്ളക്കേസിൽ കുടുക്കി അവൾക്ക് ജാമ്യം കിട്ടിയില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ഗോവിന്ദനും കനകയൊക്കെ ഭയങ്കര കരച്ചിലാണ്. ഇനി എൻ്റെ മോക്ക് ട്രെയിനിങ്ങിന് നാളെ പോകാൻ പറ്റത്തില്ലേ, എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരി ഇങ്ങനെ പോയപ്പം അവർ തമ്മിൽ വഴക്കുണ്ടായി, അതിനിടയിൽ കയറി ഇവൾ ഇടപെട്ടു, അത് പോലീസ് കേസായി, അതുകൊണ്ട് ഇപ്പം സ്റ്റേഷനിലിരിക്കുക, നാളത്തേക്ക് ജാമ്യം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയും. അയ്യോ നാളെ രാവിലെ 5:30 പോകാനുള്ളതായിരുന്നല്ലോ, ഇനിയിപ്പോൾ എൻ്റെ കുട്ടി എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് കനക. അന്നേരം നവ്യ കനകയെ അങ്ങ് വിളിച്ച് അകത്തേക്ക് അങ്ങ് കൊണ്ടുപോകും. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോനെ എൻ്റെ മോള് നേരത്തെ ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്, അതുപോലല്ലല്ലോ ഇത്, ഒരു തെറ്റും ചെയ്യാതെയാണ് അവളിപ്പം സ്റ്റേഷനിൽ കിടക്കുന്നത്, അവളുടെ ഭാവി എന്താകുമെന്ന് ഓർത്ത് എനിക്ക് നല്ല വിഷമമുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേന് അത് കേട്ടിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ആദർശിൻ്റെ മുഖം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.